ഈ നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ മറ്റൊരു രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കും ഇല്ലാത്ത ഒരു ദുരനുഭവം കേരളത്തിലെ മുസ്ലിങ്ങളായ നമുക്കുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന മഹത്തായ ആദർശത്തെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ രക്തബന്ധത്തിനും നമ്മുടെ വിവാഹബന്ധത്തിനും നമ്മുടെ അയൽപക്ക ബന്ധത്തിനും നമ്മോടൊപ്പം തോളുരുമ്മി പ്രവർത്തിച്ചു പോന്ന ആളുകളിലും അത് ഉന്നതങ്ങളായ സയ്യിദ് കുടുംബത്തിൽ നിന്നും ഉലമാ ശിരോമണികളിൽ നിന്ന് പോലും ഒരിക്കലും മറക്കാൻ കഴിയാത്തതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായ എതിർപ്പുകളുടെ കൂരമ്പുകൾ നമുക്ക് നേരെ വന്നു എന്നത് ചരിത്രത്തിൽ ഒരു പക്ഷേ തുല്യതയില്ലാത്തൊരു സംഭവം തന്നെയാണ്. പള്ളികളിലെ മിമ്പറുകളിൽ നിന്ന് ആഹ്വാനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മതപ്രസംഗ സ്റ്റേജുകളിലേക്ക് കല്ലേറ് വന്നു എന്നത് ചരിത്രത്തിൽ മറ്റാർക്കും അനുഭവം പറയാനില്ലാത്തതാണ്. മെഹ്റാബുകളിലേക്ക് ഇമാമായി നിസ്കരിക്കാൻ കയറി നിൽക്കുന്ന ഇമാമിനെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളായി എന്നതിന്റെ പേരിൽ മെഹ്റാബിൽ നിന്ന് വലിച്ചു പുറകോട്ട് മാറ്റി നേരത്തെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ആളെ അങ്ങോട്ട് കയറ്റി നിർത്തുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. മെഹ്റാബിൽ നിന്ന് മിമ്പറിലേക്ക് ഖുതുബ ഓതാൻ പോകുന്ന ആളെ ഖതീബ് മിമ്പറിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി, അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഇപ്പുറത്ത് മറ്റൊരാള് അപ്പോൾ തന്നെ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആള് മിമ്പറിലേക്ക് കയറുന്ന അനുഭവം ചരിത്രത്തിൽ നമുക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ നമ്മുടെ മിമ്പറിലേക്ക് കയറുന്ന ഖതീബിനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ പാവം ഖതീബ് പുറത്തു നിന്നുകൊണ്ട് പള്ളിയിലുള്ളവരോട് വിളിച്ചു പറഞ്ഞു, ഓരോരോ വെള്ളിയാഴ്ച കേരളത്തിലെ ഓരോ പള്ളികളിൽ ഖുതുബ നിർവഹിക്കേണ്ടി വന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ എന്റെ ആദർശം എന്നെ അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച ഇതിനെ നമ്മൾ വായിച്ചെടുക്കണം. ചരിത്രം രേഖപ്പെടുത്തിയതിനെ നമ്മൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ വിദ്യാഭ്യാസ ബോർഡ്, ആ വിദ്യാഭ്യാസ ബോർഡിന്റെ കാരി എന്ന പദവിയിൽ നിന്നുകൊണ്ടും അല്ലാതെയും വിശുദ്ധ ഖുർആനിനെ വറത്തിലിൽ ഖുർആന് തർത്തീല എന്ന നിർദ്ദേശപ്രകാരം വിശുദ്ധ ഖുർആനിന്റെ ഓത്ത്, അതിന്റെ ശൈലി, അതിന്റെ തജ്വീദ്, അതിന്റെ അഹ്കാമുകൾ അതെല്ലാം വ്യക്തമായി പഠിപ്പിച്ച് മുഅല്ലിം പണ്ഡിത ശ്രേഷ്ഠർക്ക് മുഴുവനും ഖുർആൻ ഓത്ത് പഠിപ്പിച്ച ഗുരുവര്യരായിരുന്നു ഖാരി ഹസൻ മുസ്ലിയാർ. അള്ളാഹു ഒരു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഹസൻ മുസ്ലിയാരിൽ നിന്ന് പഠിച്ച ഖാരിഈങ്ങൾ, അവര് പഠിപ്പിച്ചിരിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥികൾ, അവരാണ് ഇന്ന് ഫാത്തിഹ ഓതുന്ന മുഴുവൻ ആളുകളും എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. അത്ര വലിയ ഖാരി ആയി സേവനം ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട ഖാരി ഹസൻ മുസ്ലിയാർ. ആ ഖാരി ഹസൻ മുസ്ലിയാർ ചേളാരിയിലെ വിദ്യാഭ്യാസ ബോർഡിന്റെ കേന്ദ്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇനി ഇങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ നീണ്ട വർഷത്തെ സേവനത്തിന് അർഹതപ്പെട്ട ആനുകൂല്യം ഇന്ന് പോലും കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ ഇറക്കിവിട്ട സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ദുരനുഭവം ഈ നാട്ടിൽ ഒരു പണ്ഡിതനും ഒരു സ്ഥലത്തും പറയാനുണ്ടാവുകയില്ല. അങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ നമുക്കെതിരെ, അതായത് ദീനിന്റെ യഥാർത്ഥമായ വിശ്വാസം ഉറക്കെ പറയുന്ന പണ്ഡിതന്മാർക്ക് നേരെ തുരുതുരാ കല്ലേറ് വരികയാണ്. ആ ഏറിങ്ങനെ വരുമ്പോൾ
ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ പല ആലിമ്യങ്ങളും സയ്യിദന്മാർ അടുത്ത് വഫാത്തായി വൈലത്തൂർ യൂസുഫുൽ ബുഖാരി തങ്ങൾ, അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ചൊരു സ്റ്റേജിലിരിക്കുമ്പോൾ ഏറിങ്ങനെ വന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ഈ പ്രസംഗത്തിന്റെ പീഠം, ആ പീഠത്തിൽ വന്ന് ഏറ് വീണു. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ആ പ്രസംഗപീഠം ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഈ സംസാരശേഷിയില്ലാത്ത ഇതിനെ എറിയണ്ട, നിങ്ങൾ എന്നെ എറിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിങ്ങനെ കാണിച്ചു കൊടുത്തത് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അത്രയും വലിയ എതിർപ്പുകൾ തരണം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തുമ്പോൾ അന്ന് തമാശയിൽ ഓർമ്മപ്പെടുത്തുന്നതല്ല, നമ്മുടെ സ്റ്റേജിലേക്ക് കല്ലേറുകൾ ഇങ്ങനെ വന്ന സമയത്ത് ആ കല്ല് എടുത്തിട്ട് തിരിച്ച് എറിയാതെ നമ്മൾ അന്നും പറഞ്ഞു, അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓഫീസ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു സുന്നി സെന്റർ പണിയണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു മദ്രസ ഉണ്ടാക്കണം, അതിന് തറക്കല്ലിടാൻ ആവശ്യമായ കല്ലുകൾ നിങ്ങൾ എത്തിച്ചു തന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയെല്ലാം, അന്ന് എവിടെയെല്ലാം ഏറ് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇന്ന് നമുക്ക് പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, ഓഫീസുകളുണ്ട്, കോളേജുകളുണ്ട്, സുന്നി സെന്ററുകളുണ്ട് എന്നത് ഏറ്റവും വലിയ ചരിത്രമാണ്. അന്ന് അതൊന്നും ലഭിക്കാത്തടത്ത് ഇന്നും ആ അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണ്. ഞാൻ പറയുന്നത് എതിർപ്പ് എന്താണ് വാർത്ത? കാന്തപുരം കളിച്ച് കളിച്ച് ഖുർആൻ മാറ്റിയത്രേ. ഈ വാർത്ത അങ്ങ് വന്നപ്പോഴേക്കും നമ്മുടെ സാധാരണക്കാരായ ആളുകളല്ലേ, അറിവില്ലാത്ത സാധുജനങ്ങൾ, സുബ്ഹാന ജല്ല ജലാലു, ഖുർആൻ മാറ്റിയോ? എന്നാ പിന്നെ അവരെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഖുർആൻ മാറ്റിയ ആളെ കൂടെയാണോ നീ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം മകനെ, ഒരു മകൻ മാത്രമുള്ള വാപ്പ, അങ്ങേയറ്റം സ്നേഹിച്ചു വളർത്തിയിരിക്കുന്ന മകനെ ഖുർആൻ മാറ്റിയ പാർട്ടിയുടെ കൂടെയാണോടാ നീ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വാപ്പ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ മകൻ കരഞ്ഞ് കണ്ണീരോട് കൂടെ ആ വീട്ടിന്റെ പരിസരത്തൊക്കെ അങ്ങ് വളപ്പിൽ, ആ പറമ്പിൽ നിൽക്കാൻ അനുവദിച്ചില്ല. നാട്ടിലാരോ സംരക്ഷണം കൊടുത്തപ്പോൾ അവിടെയും നിൽക്കാൻ അനുവദിച്ചില്ല. ആ കുട്ടിയെ 3 വർഷം ഞാൻ എന്റെ ദർസിൽ പോറ്റിയിട്ടുണ്ട്. ആ 3 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ആ കുട്ടിക്ക് വാപ്പയെ കാണാനോ വീട്ടിലേക്ക് കയറാനോ പറ്റിയിരുന്നില്ല. കാരണം ഖുർആൻ മാറ്റിയ ആളെ കൂടെ നിൽക്കുന്നു. നിങ്ങൾ ഓർക്കണം, ഖുർആൻ കാന്തപുരം മാറ്റി, ആ കാന്തപുരത്തിന്റെ കൂടെയാണോ നീ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യയെ ത്വലാക്ക് ചൊല്ലിയിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. AP ഉസ്താദിനെ അനുകൂലിക്കുന്ന കുടുംബത്തിലെ പെണ്ണാണ്. ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ AP ഉസ്താദിന്റെ പേര് പറഞ്ഞപ്പോൾ, ആക്ഷേപിക്കുന്നത് കേട്ടപ്പോൾ സഹിക്കവയ്യാതായി പ്രതികരിച്ചിരിക്കുന്ന ആ പെണ്ണിന് ദുരനുഭവമുണ്ടായി. ഖുർആൻ മാറ്റിയ കാന്തപുരത്തിന്റെ കൂടെയാണോ നീ നിൽക്കുന്നത്? ഇവിടെ നിനക്ക് സീറ്റില്ല. ത്വലാക്ക് ചെല്ലപ്പെട്ട സംഭവം അന്നുണ്ടായിട്ടുണ്ട്. ചരിത്രത്തെ പഠിക്കാൻ ഒരുങ്ങുന്ന പുതിയ തലമുറ ഓർക്കണം. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ ഖുർആൻ എന്തായിരുന്നു ഇവിടുത്തെ സംഭവം എന്നറിയണ്ടേ? നമ്മുടെ നാട്ടിൽ പണ്ടേ പ്രചാരത്തിലുള്ള മുസാഹഫ് അത് റസ്മുൽ ഉസ്മാനി ലിപിയിലല്ല, അറബി മലയാളത്തിനനുസരിച്ചുള്ള ഒരു ലിപി തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് മുസാഹഫ് അച്ചടിച്ചതാണ് പരപ്പനങ്ങാടി പ്രസ്സിലെ മുസാഹഫ്. ആ മുസാഹഫിൽ ഓതിപ്പടിച്ചിരുന്ന പഴയ കാലത്ത് ഉള്ള ആളുകൾക്ക് അത് മതിയായിരുന്നു. പിന്നീട് നമ്മുടെ രാജ്യം വികസിച്ചു. നാട്ടിൽ നിന്ന് മക്കത്തുൽ മുക്കറമയിലേക്ക്, കുവൈത്തിലേക്ക്, ദുബായിലേക്ക്, അതുപോലെ തന്നെ ബഹ്റൈനിലേക്ക്, അതേപോലെ ഒമാനിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. എത്രത്തോളം മക്കത്തുൽ മുക്കറമയിൽ ഹജ്ജിന് പോകുന്ന നമ്മുടെ ഉമ്മപങ്ങന്മാരും നമ്മുടെ ജ്യേഷ്ഠനുജന്മാരും അവിടെ ചെന്നാൽ ലോക മുസ്ലിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന മുസാഫിൽ ഓതാൻ
നമ്മുടെ ആളുകൾക്ക് അറിയുന്നില്ല. കാരണം ഖുർആനിന്റെ ശരിയായ ലിപിയും നമ്മുടെ നാട്ടിലുള്ള ലിപിയും തമ്മിൽ വ്യത്യാസമാണ്. ആ പൊന്നാനി ലിപിയിലെ മുസാഫും കൊണ്ട് വേണം ഇവിടുന്ന് മക്കത്തേക്ക് പോകാൻ. മക്കത്തേക്ക് ഹജ്ജിന് പോണോല് ഇവിടുന്ന് അങ്ങോട്ട് എന്താക്കാം, മുസാഫും കൊണ്ടുപോകാം. കടപ്പുറത്തേക്കാ മണലടിച്ചത്. ഇവിടുന്ന് അങ്ങോട്ട് മുസാഫും കൊണ്ടുപോകാം. കസ്റ്റംസിലെത്തുമ്പോൾ അവിടെ പരിശോധിക്കുന്ന പോലീസുകാരൻ ഈ മുസാഫ് കണ്ടാൽ ഇത് ഖുർആനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. ഇത് ഖുർആനാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. കാരണം ഈ അറബി മലയാള ലിപിയിലുള്ള ഖുർആനിനെ അവിടുത്തെ പോലീസുകാർക്ക് നോക്കിയിട്ട് അത് മനസ്സിലാകുന്നില്ല. അവർ നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് മുസാഫ് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. ഹജ്ജിന് പോകുന്ന ആള് ഖുർആൻ ഓതണോ മുസാഫ് കൊണ്ടോണം. ആ കൊണ്ടുപോകുന്ന മുസാഫ് കസ്റ്റംസിൽ നിന്ന് അക്കരക്ക് കടക്കാന്ന് വെറുഹാവുമില്ല. അവിടെ പോയിട്ട് അന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഖുർആൻ ഒന്ന് ഖതം തീർക്കാൻ പോലും സാധിക്കാതെ വിഷമിച്ചു. ഈ രംഗം അന്ന് മുതൽക്ക് കണ്ടുവരുന്ന ആളാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. ഉസ്താദ് ലോകത്തുള്ള മുഴുവൻ ബൈറൂത്തിലും അതുപോലെ തന്നെ ഡമസ്കസിലും അതുപോലെ തന്നെ മദീനയിലും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുമൊക്കെ റസ്മുൽ ഉസ്മാനി പ്രകാരം മുസാഫ് തയ്യാറാക്കുമ്പോൾ അതേ പ്രകാരം നമ്മുടെ നാട്ടിലും മുസാഫ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഖുർആനിന്റെ ലിപി, അറബി മലയാള പരപ്പനങ്ങാടി ലിപി മാറ്റിയിട്ട് ലോക മുസ്ലിങ്ങൾക്കൊപ്പമുള്ള ഖുർആന്റെ ലിപിയിലേക്ക് ആദ്യം ചെറിയ സൂറത്തുകളും അതുപോലെ തന്നെ അൽകഹ്ഫ് സൂറത്തും യാസീൻ സൂറത്തുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് അതിനൊരു തുടക്കം കുറിച്ചു. അൽകഹ്ഫ്, യാസീൻ 7 തുടങ്ങിയതൊക്കെ അത് ആളുകൾക്ക് ഇങ്ങനെ ശീലിച്ചു വന്നപ്പോൾ സുന്നി വിദ്യാഭ്യാസ ബോർഡ് വളർന്നു വരുന്ന തലമുറയുടെ മാനസികാവസ്ഥയും മനഃശാസ്ത്രവും മനസ്സിലാക്കി പഠിപ്പിക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കാം. അതാണല്ലോ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതി. നമ്മുടെ മദ്രസകൾക്കാണെങ്കിൽ പൊതുവെ സമയം വളരെ കുറവാണ് പഠിപ്പിക്കാൻ. 1 മണിക്കൂർ 1.5 മണിക്കൂർ കിട്ടും. അപ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കൊക്കെ പോകേണ്ട ടൈമുമായി. അപ്പൊ നമുക്ക് വേഗത്തിൽ പഠിപ്പിക്കണം. പഴയ കാലത്ത് ഇവിടെ നിലവിലുള്ള പാഠപുസ്തകം നോക്കിയാൽ അതിലുള്ള പുസ്തകത്തിലുള്ള രീതി എങ്ങനെയാണ്? ആറ, ഇറ, ഉറ. ആറ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിലാണ്. പിന്നെ അതിന്റെ പുറമെ ഉറ എന്ന് പറഞ്ഞാലോ അതിന്റെ ഉള്ളിലാണ്. മുസ്ലിമീങ്ങളാണെങ്കിൽ എന്നും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നോക്ക വിഭാഗമാണ്. ഈ പിന്നോക്ക വിഭാഗത്തിനെ പിന്നെ പിടിച്ചിട്ട് അറയിലേക്ക്, അറയിൽ നിന്ന് ഉറയിലേക്ക്, അങ്ങോട്ടാ കൊണ്ടുപോകണം. ഇങ്ങോട്ട് മുന്നോക്കം മുന്നേറ്റം പരിപാടിയില്ല. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഉറ എന്താണെന്നറിയില്ല, അറ എന്താണെന്നറിയില്ല, ഉറി എന്താണെന്നറിയില്ല. കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പുതിയ യുഗത്തിൽ KG ക്ലാസുകളൊക്കെ ആരംഭിച്ച സമയമായി. അപ്പോ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ വിദ്യാഭ്യാസം. അതെങ്ങനെ വിദ്യാഭ്യാസം? ഉസ്താദും കുട്ടികളും ഒരു ഇണങ്ങിച്ചേർന്ന് വളരെ പെട്ടെന്ന് പഠിക്കുന്ന, അതിനുവേണ്ടി പാഠപുസ്തകങ്ങളൊക്കെ മാറ്റി മാറ്റി വരികയാണ്. പുതിയ ശൈലിയിലേക്ക് മാറ്റാം. ആ മാറ്റുന്ന കൂട്ടത്തിലാണ് വിശുദ്ധ ഖുർആന്റെ ലിപി ലോക മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്ന രൂപത്തിൽ ഖുർആന്റെ ലിപി മാറ്റിയത്. അങ്ങനെ അച്ചടി വന്നു. അല്ലാഹു റബ്ബി. ആ മുസാഫ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അന്ന് മൊഗ്രാൽ പുത്തൂരിൽ വെച്ചുകൊണ്ട് ഒരു വലിയ തലപ്പാവ് ധരിച്ച വിവരമുള്ള, ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിയാൻ ആ മുസാഫ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മുസാഫിലുള്ളത് ഇഖ്റ എന്നല്ല ഉഖ്റ എന്നാണ്. അള്ളാഹു അവർക്കൊക്കെ മാപ്പ് നൽകുമോ എന്ന് ഞാൻ അറിയില്ല. പടച്ചോൻ വലിയ റഹീമാണ്, കൊടുത്തേക്കാം. അതൊക്കെ കേട്ടപ്പോഴേക്കും എത്രമാത്രം ഈ രാജ്യത്തെ ജനങ്ങൾ ഇളകി, എത്രമാത്രം ഈ രാജ്യത്തെ ജനങ്ങൾ വിഷമിച്ചു. സുബ്ഹാനല്ലാഹ്. മംഗലാപുരത്ത് അതിന്റെ പേരിൽ ഒരു ഉസ്താദിനെ പിരിച്ചുവിട്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഫഖീഹ്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ഉസ്മാൻ മുസ്ലിയാരില്ലേ? അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതിന്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വന്ന ഒരു ഇരയാണ്. ആ സാത്വികനായ പണ്ഡിതൻ, ആ ഫഖീഹായ പണ്ഡിതൻ അതിന്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ മാത്രം
ഒരു പുസ്തകം എഴുതി ലോകത്തെ സത്യാവസ്ഥ അറിയിക്കേണ്ടി വന്നിട്ടുണ്ട് മക്കളെ. ഈ സംഭവം നിങ്ങൾക്കറിയുമോ? യാതൊരുവിധ മാന്യതയും മര്യാദയും ഈമാനും മനുഷ്യത്വവും പോലും ഇല്ലാത്ത തരത്തിൽ അല്ലാഹ് എന്ന ശക്തിയെപ്പറ്റി മനസ്സിൽ യാതൊരു പേടിയും ഇല്ലാത്ത തരത്തിലാണ് ഖുർആൻ മാറ്റം വരുത്തിയിരിക്കുന്നു കാന്തപുരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയത്. എത്ര കണ്ണീര് കുടിച്ച സംഭവങ്ങളുണ്ടെന്നറിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? എന്നിട്ട് ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞ മഹാനവറുകൾ ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വന്നു. എന്താണ് സംഭവിച്ചത്? അന്ന് നമ്മുടെ ധാരാളം പ്രസിദ്ധീകരണങ്ങളിൽ അത് എഴുതേണ്ടി വന്നു. എന്നാൽ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. എന്താ സന്തോഷിക്കുന്നത്? നമ്മുടെ ആ ലിപിയിലുള്ള മുസഹഫ് വ്യാപകമായി. ആ ലിപിയിലുള്ള മുസഹഫ് അങ്ങ് വ്യാപകമായപ്പോൾ ഖത്തറിൽ നിന്ന് കൊണ്ടുവരുന്ന മുസഹഫും ഏപ്പിക്കാര മുസഹഫും, സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന മുസഹഫും ഏപ്പിക്കാര മുസഹഫും, ദുബായിൽ നിന്ന് വരുന്ന മുസഹഫും ഏപ്പിക്കാര മുസഹഫും, ബഹ്റൈനിൽ നിന്ന് വരുന്ന മുസഹഫും ഏപ്പിക്കാര മുസഹഫും, ബൈറൂത്തിൽ നിന്ന് വരുന്ന മുസഹഫും ഏപ്പിക്കാര മുസഹഫും, ഡമസ്കസിൽ നിന്ന് വരുന്ന ഖുർആനും ഏപ്പിക്കാര ഖുർആനും, ലോകത്തുള്ള എല്ലാ ഖുർആന്റെ മാതിരിയും നമ്മുടെ ഖുർആൻ അങ്ങോട്ട് കണ്ടപ്പോൾ മറുവിഭാഗം ആളുകളെ ദുഷ്പ്രചരണം മാറ്റി അവർക്കും നമ്മുടേത് കോപ്പി അടിക്കേണ്ടി വന്നു. അത് അങ്ങനെ തന്നെ പറയേണ്ട വിഷയമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തുന്നതിന് മുമ്പ് അവർ ചെയ്തതെന്താണ്? ഈ രൂപത്തിലുള്ള പ്രചരണമാണ്. അതിന്റെ പേരിൽ എത്ര കുടുംബങ്ങളിൽ എത്ര ദർസുകൾ, സുബ്ഹാനല്ലാഹ്, കാന്തപുരത്തിന്റെ മുസാഫ് പഠിപ്പിക്കുന്ന ദർസ്, കാന്തപുരത്തിന്റെ മുസാഫിൽ ഓതുന്ന ദർസ് വിദ്യാർത്ഥികൾ, ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ പഠിപ്പിക്കാൻ വിട്ടില്ല. എന്തെല്ലാം സംഭവങ്ങൾക്ക് സാക്ഷിയായി. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആ വക പ്രശ്നങ്ങളെല്ലാം നടമാടുന്ന സമയത്ത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിംതലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. വിശുദ്ധ ഖുർആൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടും ലോക മുസ്ലിങ്ങൾക്ക് പാഠമാകുന്ന തരത്തിലും ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ കൃപ, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ദയ, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ അവർകൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ അങ്ങകലെ മലപ്പുറത്തിന്റെ തിരൂരിൽ നിന്ന് ഈ സ്ഥാപനത്തെയും അഹ്ദൽ തങ്ങളെയും നിങ്ങളെയുമൊക്കെ ഓർത്തുകൊണ്ട് ഈ ക്ഷീണമായ സമയത്ത് യാത്ര ചെയ്തെത്തിയതാണ്. അള്ളാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ അവർകൾ, നമ്മുടെ നാട്ടിൽ മലേഷ്യൻ തങ്ങൾ എന്ന് അറിയപ്പെടുന്ന സയ്യിദ് അവർകളാണ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുള്ളത്. തങ്ങൾ അവർകൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്നാൽ എത്ര നേരം ഇരുന്നാലും തങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. അതെന്താ? മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും കൂടുന്നിടത്ത് കൂടുക, അവരുടെ ദുആ കിട്ടുക. എന്നോട് എപ്പോഴും തങ്ങൾ അവർകൾ, ഞാൻ പിന്നെ എന്റെ ആ തമാശ എല്ലാവരിടത്തും ചെലവാവും, അതുകൊണ്ട് ഞാൻ അവരുടെയൊക്കെ കൂടെ ഒരു കുട്ടിയായിട്ട് നിൽക്കുന്ന ആളാ. അപ്പൊ എന്നോട് എപ്പോഴും പറയും, ഈ മുതഅല്ലിം കുട്ടികളെങ്ങനെ കാണുക, ഉസ്താദുമാരെങ്ങനെ കൂടാ, അതെനിക്ക് വല്ലാത്ത ഒരു സന്തോഷം, എന്റെ മരുന്ന് അതാണ് എന്ന് തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഇവിടെ ഒട്ടേറെ സാദാത്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, അന്ന് ഖുർആൻ മാറ്റി എന്നൊരു വിപ്ലവം ഉണ്ടാക്കിയിട്ട് എത്രമാത്രം വലിയ അരക്ഷിതാവസ്ഥ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തെന്നറിയോ? പിന്നീട് ആ വിഭാഗം ഇപ്പോൾ നമ്മുടെ അതേ ശൈലിയിൽ ഉള്ള മുസാഫ് മാത്രമായി
അവരെ മദ്രസകളൊക്കെ മാറ്റേണ്ടി വന്നു. അല്ലെങ്കിലും ഓരോ പരിപാടി കണ്ടിട്ട് നിങ്ങൾ ഫിനാലേന്നാണല്ലോ, പിന്നാലെ ഇങ്ങനെ പോരാന്നല്ലാതെ മുന്നാലുണ്ടാവില്ല. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ അതിന്റെ പാരായണം ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഓതുന്നത് ഖുർആനാകണമെങ്കിൽ ഖുർആനിന്റെ ശൈലി, ഖുർആനിന്റെ ഭാഷ, ഖുർആനിന്റെ അക്ഷരം, ഖുർആനിന്റെ ഓരോ വാക്ക്, അതിന്റെ ഒരു ഹർഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമോ? ഒരു ഹർഫ് മാറ്റാൻ പറ്റുമോ? യാ റബ്ബ്, വിശുദ്ധ ഖുർആന്റെ ഒരു ഹർഫ് ഉച്ചാരണത്തിൽ മാറ്റം വന്നാൽ ആ കുട്ടിയുടെ കയ്യിലുള്ള പുസ്തകം ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങളെക്കുറിച്ചുള്ള നല്ല ഒരു പഠനമുള്ള ഗ്രന്ഥമാണ്. അത് എല്ലാവരും കൈവശപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്. ഈ പരിസര വീടുകളിലെല്ലാം അത് എത്തിക്കൽ അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ കൈവശപ്പെടുത്തണം. ഈ സ്ഥാപനത്തിൽ ബിരുദധാരിയായി പഠിച്ചിവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആലിം എഴുതിയിരിക്കുന്ന ഒരു കിതാബും, ഞാൻ വരുമ്പോ എന്റെ കയ്യിൽ നിന്ന് ആരോ അത് വാങ്ങിയാലോ ആ കിതാബ്? ഞാനിങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇടയ്ക്കത് പറഞ്ഞപ്പോ അത് പൂർത്തിയാക്കി പറയണം. അൽ ജവാഹിറുൽ ഗാലിയ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബ് നമ്മുടെ ഉമറുൽ ഹസനി അൽ കാമിലി അൽ സഖാഫി അൽഹംദുലില്ലാഹ് അദ്ദേഹം രചിച്ചത് ഇവിടെ വിതരണത്തിനുണ്ട്. അപ്പോ അബ്ദുസലാം അദ്ദേഹം രചിച്ച കിതാബുകൾ. അപ്പൊ ഈ കിതാബും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങളെ കുറിച്ചുള്ള അഹ്ദൽ തങ്ങൾ എന്ന് എഴുതിയിരിക്കുന്ന സൈനുൽ മുഹഖഖീൻ അഹ്ദൽ തങ്ങൾ എന്ന് പ്രത്യേകം പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇത് രണ്ടും നിങ്ങൾ എല്ലാവരും കൈവശപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവും. മൗലിദ് കിതാബ് ഇത് പിന്നെ നേരത്തെ ഉള്ളതാണല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്. നമ്മുടെ അഹ്സനി രചിച്ചതാണ് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങളെ കുറിച്ചുള്ള മൗലിദും അതേപോലെ തന്നെ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള മൗലിദും. നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ കൈവശപ്പെടുത്തി സൂക്ഷിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ബസീർ. ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഷർട്ടില് മസി അയക്കണം. ഞാൻ ചോദിച്ചു എവിടെ പോയി കുറച്ചു കാലമായിട്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ തൃശ്ശൂരില് ഭാഷ ശരിയാക്കാൻ പോയതായിരുന്നു.
അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ശൈലിയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചിരി വന്നൂലേ? മൂപ്പര് ഭാഷ ശരിയാക്കാൻ വേണ്ടി തൃശ്ശൂർ പോയി വരിക. അപ്പൊ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിലെ ഭാഷ എന്നതിനെ ഭാഷയാക്കുമ്പോൾ, നമ്മളെ ഷർട്ടിനെ നമ്മൾ ഷർട്ടാക്കുമ്പോൾ ആ ഉച്ചാരണത്തിൽ വന്ന പിഴവ് നമ്മുടെ മുഖത്ത് ഒരു ഇളി സമ്മാനിക്കുന്നുണ്ട്. ചിരിയല്ല അതിന് പറയാം. എങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണം കേട്ട് നിൽക്കുന്ന മലക്കുകൾ നമ്മുടെ ഓത്തിന്റെ ഉച്ചാരണക്കുറവ് കേൾക്കുമ്പോൾ അവര് നമ്മെ നോക്കി പരിഹസിക്കുന്നുണ്ടാവൂലേ? നിർത്തടോ ഓത്ത് എന്ന് മലായിക്കത്ത് വിചാരിക്കുന്നുണ്ടാവൂലേ? ഖുർആൻ അതിന്റെ രീതിയിൽ ഓതണം. അതിന് പഠിപ്പിക്കുന്ന പ്രത്യേകമായ രീതിയിൽ വിശുദ്ധ ഖുർആന്റെ പാരായണം ഇത് നടത്തിയപ്പോഴാണ് ഖുർആൻ മാറ്റി എന്ന് പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കിയത്. അന്ന് വിജയം വിശ്വാസത്തിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലുടനീളം വിപ്ലവം നടത്തിയത്. കേരളത്തിലെ മുസ്ലിംകളായ അഹ്ലുസുന്നയുടെ ആളുകൾക്ക് നാം കൊടുത്ത സന്ദേശം വിജയം വിശ്വാസത്തിലൂടെ. ഒരു വിശ്വാസി ഏത് കാലഘട്ടത്തിൽ സത്യവിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, അന്നൊക്കെ നമ്മൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പ്രവാചകൻ എന്നതിന്റെ ആരംഭത്തിലെ അത് അനന്തിരമായി ലഭിച്ചതായിരിക്കാം പ്രവർത്തകൻ എന്നതിന്റെ ആരംഭത്തിൽ. അതിന്റെ തുടർച്ചയാണ് പ്രബോധനത്തിന്റെ തുടക്കത്തിലെ എങ്കിൽ പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും പ്രതിഷേധങ്ങളും പ്രവർത്തകർ അഭിമുഖീകരിക്കേണ്ടി വരും. അന്ന് ആ അനന്തരം ലഭിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. പ്രശ്നങ്ങളേ ഉള്ളൂ, പ്രലോഭനങ്ങളേ ഉള്ളൂ, പ്രകോപനങ്ങളേ ഉള്ളൂ, എന്തിനും പ്രതിഷേധങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഉയർത്തിപ്പിടിച്ചു വിജയം വിശ്വാസത്തിലൂടെ. എം.എ. ഉസ്താദ് തന്റെ സംയുക്ത കൃതിയിൽ ആ പ്രമേയത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഖുർആൻ മാത്രമല്ല, പിന്നെ അങ്ങ് മാറ്റാൻ തുടങ്ങി. ആറയും ഊറി ഈറിയൊക്കെ പാടെ മാറ്റിയിട്ട് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി. അൽഹംദുലില്ലാഹ്, ഇന്ന് സഹ്റത്തുൽ ഖുർആന്റെ KGയുടെ താഴെ മുതൽ KG മുതൽ PG വരെ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി, സമന്വയ വിദ്യാഭ്യാസത്തിന് രീതിയായി. അൽഹംദുലില്ലാഹ്, 1ാം ക്ലാസ് മദ്രസയിൽ ചേർന്ന കുട്ടി അവിടെ നിന്ന് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ആ കുട്ടിക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്ത് മൊത്തമായി ജാമിഅത്തുൽ ഹിന്ദ് എന്ന ഡൽഹി കേന്ദ്രമായി ഉള്ള ഒരു സിലബസും ഒരു വിദ്യാഭ്യാസ ബോർഡും അതുപോലെ തന്നെ പാഠ്യപദ്ധതിയും ദർസുകളിലേക്ക്, ദഅവ കോളേജുകളിലേക്ക്, ശരീഅത്ത് കോളേജുകളിലേക്ക്, മദ്രസകളിലേക്ക് എല്ലാം തയ്യാറാക്കിക്കൊണ്ട് ആ രംഗത്ത് നാം നടത്തിയിരിക്കുന്ന വിപ്ലവം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 28 കൊല്ലം കൊണ്ട് നാം നേടിയെടുത്തിരിക്കുന്ന വിപ്ലവം ഒരു നൂറ്റാണ്ടിനെ കവച്ചുവെക്കുന്ന വിപ്ലവം ആണ്. ആ മുന്നേറ്റത്തെ നാം ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കണം. മറ്റൊരു കാര്യം, നമ്മൾ മുന്നേറ്റത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ പ്രസംഗരംഗം, നേരത്തെ നമ്മുടെ പ്രസംഗകരെല്ലാം വിഷയത്തിൽ അധിഷ്ഠിതമായി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആദർശമോ അതല്ലെങ്കിൽ ആധികാരികമായ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ സംസാരിക്കാനോ കഴിവ് നേടിയവർ കുറവായിരുന്നു. ഇന്ന് പ്രസംഗ പരിശീലനത്തിലൂടെ നമ്മുടെ കേരളത്തിൽ നമുക്ക് ദീൻ ആധികാരികമായി പറയാൻ കെൽപ്പുള്ള പണ്ഡിത ശ്രേഷ്ഠർ, വലിയ AP ഉസ്താദിനെ പോലുള്ള ഒരാളും ഇന്നൊരു മതപ്രതിവാദത്തിനോ ഒരു മുഖാമുഖത്തിനോ ഒരു ഗണ്ണന പ്രസംഗത്തിനോ പോകേണ്ട ആവശ്യം ഇല്ല. അവര് പഠിപ്പിച്ച പേരോട് ഉസ്താദിനെ പോലുള്ളവർ അവരും ഇനി പോകേണ്ടതില്ല. അവര് പഠിപ്പിച്ച താഴെയുള്ള കുട്ടികൾ
ഇന്ന് മുതിർന്ന തലമുറ ഉപ്പാപ്പമാർ, അതിന് താഴെയുള്ള മക്കൾ, അതിന് താഴെയുള്ള മക്കളാകുന്ന മുതഅല്ലിമീങ്ങൾ ധാരാളമായി ദീനീ പ്രചരണ രംഗത്ത് പ്രസംഗവേദികളിലും അതുപോലെ തന്നെ എഴുത്തുകളിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ റീഡ് പ്രസ് തന്നെ ഞാൻ പ്രസിദ്ധീകരിച്ചതും അല്ലാത്തതുമായ എത്രമാത്രം പ്രസിദ്ധീകരണങ്ങളാണ് നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത്. ഇതെല്ലാം നമ്മുടെ മുന്നേറ്റത്തിന്റെ ഭാഗമാണെങ്കിൽ SYS എന്ന സംഘടന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1954 ആ ഘടകത്തെ രൂപീകരിച്ച ശേഷം 1959 ഒക്കെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ SYSന് നേതൃത്വം നൽകിയിരുന്ന പഴയകാല 1954 മുതൽ 59 വരെ നേതൃത്വം നൽകിയ കുട്ടി ഹസൻ ഹാജി, അതേപോലെ തന്നെ 1959 മുതൽ 62 വരെ നേതൃത്വം നൽകിയ ഞാൻ അബ്ദുള്ള മുസ്ലിയാർ പൂന്താവനം, അതേപോലെ തന്നെ 62 മുതൽ 65 വരെ നേതൃത്വം നൽകിയ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അതേപോലെ തന്നെ 65 മുതൽ 68 വരെ ബഷീർ മുസ്ലിയാർ, അതേപോലെ തന്നെ 68 മുതൽ 75 വരെ PMSA പൂക്കോയ തങ്ങൾ പാണക്കാട്, അതേപോലെ തന്നെ 75 മുതൽ 76 ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, അവരൊക്കെ പ്രസിഡന്റുമാരായി നിൽക്കുന്ന സമയം. ആ സമയത്ത് ആ ഔലിയാക്കളും മഹാന്മാരുമായ അവര് വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നി യുവജന സംഘത്തെ ചാപ്പനങ്ങാടി മുരിയാരിപ്പാപ്പയും പാണക്കാട് മർഹൂം PMSA, അതായത് ഇപ്പോഴത്തെ പാണക്കാട് കുടുംബത്തിലെ ഉപ്പാപ്പ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഉപ്പ PMSA പൂക്കോയ തങ്ങൾ, അവർ ചേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ചാപ്പനങ്ങാടി മുരിയാരിപ്പാപ്പ അടക്കമുള്ളവർ ഏൽപ്പിച്ചു കൊടുത്തു. ആരെ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് കാണാം 1976 മുതൽ 82 വരെ ഇതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാര, 82 മുതൽ 95 വരെ MA ഉസ്താദ, 95 മുതൽ 2004 വരെ ബഹുമാനപ്പെട്ട AP ഉസ്താദ, അതിനുശേഷം 2004 ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദാണ്. ഇപ്പോ മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചപ്പോൾ അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? SYSന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? പേരൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അള്ളാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, നാം ഉണരണം. നമ്മുടെ പ്രസ്ഥാനത്തെ ഔലിയാക്കൾ സ്ഥാപിച്ചു പോന്നു. ഈയിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഒരു പ്രധാനപ്പെട്ട വേദിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കാലത്ത് പോക്കർട്ടി മുസ്ലിയാർ കുത്തുബി തങ്ങളുമായി വലിയ ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ഇടക്കിടക്കൊക്കെ പല ആവശ്യങ്ങൾക്കും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ ഞാൻ കുത്തുബി തങ്ങളടുക്കൽ പോയിട്ടുണ്ട്. ശംസുൽ ഉലമ എന്ന സ്ഥാനപ്പേരിൽ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് ആ കുത്തുബി തങ്ങൾ എനിക്ക് ധാരാളമായി ദുആ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറഞ്ഞു. ഈ കൂടിയിരിക്കുന്ന നമ്മളോട് ഞാൻ പറയുന്നത്, നാം ആരുടെ കൂടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ആത്മീയമായ ചിന്ത AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ സംഘടന പുരോഗമിച്ചു. ഇന്ന് നമുക്ക് കേരളത്തിൽ സുന്നി യുവജന സംഘത്തിന് എല്ലാ മഹല്ലുകളിലും നമുക്ക് നോക്കിയാൽ ചെറുതും വലുതുമായ യൂണിറ്റ് കമ്മിറ്റികൾ 6000-ലധികം വരുന്ന യൂണിറ്റ് കമ്മിറ്റി. കേരളത്തിന്റെ പഞ്ചായത്തുകളിലെല്ലാം നമുക്ക് സർക്കിൾ കമ്മിറ്റികൾ 1000 വരുന്ന സർക്കിൾ കമ്മിറ്റി. കേരളത്തിലെ പ്രധാന പഞ്ചായത്തുകളൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ സോൺ കമ്മിറ്റി. കേരളത്തിന്റെ 14 ജില്ലകളിലും നീലഗിരി ജില്ലയിലും ചേർന്ന് 15 ഡിസ്ട്രിക്ട് കമ്മിറ്റി. നമ്മുടെ കേരളത്തിൽ സുശക്തമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി. ഒട്ടും കുറവല്ലാത്ത രീതി എന്ന് പറയാം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ ധാരാളം യൂണിറ്റ് കമ്മിറ്റികൾ, സോൺ കമ്മിറ്റികൾ, ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ സുശക്തമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി. ഒരു കേരള യാത്ര കർണാടകത്തിലും നടന്നു.
അതോ കർണാടക യാത്ര? അതാ പറഞ്ഞത്. നമ്മുടെ കേരള യാത്രയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു കർണാടക യാത്ര നടന്നപ്പോൾ 3000 കിലോമീറ്ററാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ അന്ന് കർണാടക യാത്ര നടന്നത്. അപ്പോ കർണാടകത്തിലും കേരളത്തിലും ഇനി ആ കർണാടകത്തിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന SYS യൂണിറ്റ് അങ്ങനെ. അതേ സമയത്ത് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF അതിന്റെ യൂണിറ്റ് കമ്മിറ്റികൾ, അതുപോലെ തന്നെ അതിന്റെ സർക്കിൾ കമ്മിറ്റികൾ, സോൺ കമ്മിറ്റികൾ, ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പുറമെ കേരളത്തിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലുമെല്ലാം ക്യാമ്പസ് യൂണിറ്റുകൾ SSFന് പ്രവർത്തിക്കുന്നത് വളരെ പ്രസക്തമായ രീതിയിൽ അതിന്റെ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു പുറമെ കേരളത്തിലും കർണാടകത്തിലുമായി പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1 ലക്ഷത്തോളം വരുന്ന മുഅല്ലിം സുഹൃത്തുക്കൾ കർണാടകത്തിലും കേരളത്തിലുമായി 1 ലക്ഷത്തോളം വരുന്ന മുഅല്ലിം സുഹൃത്തുക്കൾ ഈ പ്രസ്ഥാനത്തിന്റേതായി ഇന്ന് നമ്മുടെ കൂടെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നില്ലേ എന്ന് ഞാൻ പറയാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സംഘത്തിന്റെ മുന്നേറ്റം, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം അത് നമ്മൾ വിലയിരുത്തുമ്പോൾ ഓർക്കണം, ഈയിടെ മംഗലാപുരത്ത് പണ്ഡിതന്മാർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു ക്യാമ്പുണ്ടായി. മംഗലാപുരം ടൗൺ ഹാൾ നിറഞ്ഞ് കവിഞ്ഞ മുഅല്ലിം ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇപ്പോഴും മലപ്പുറത്ത് തന്നെയാണോ എന്ന്. അത്രയധികം നിറ സാന്നിധ്യമുള്ള പണ്ഡിതന്മാർ മംഗലാപുരം. എത്രയാണ് നമ്മുടെ മദ്രസകൾ, എത്രയാണ് നമ്മുടെ പള്ളികൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് മുഴുവൻ പണവും നൽകി പൂർത്തീകരിക്കപ്പെട്ട പള്ളികൾ തന്നെ 3000-ലധികം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 3000-ലധികം പള്ളി ഉണ്ടാക്കിയ ഉസ്താദിന് ഇനിയിപ്പോ ഒരു വലിയ പള്ളി ഉണ്ടാക്കാൻ നമ്മളാരും ഉപദേശിക്കേണ്ട കാര്യമല്ല. ഇന്നാൾ ആരോ ചോദിച്ചു എവിടെയപ്പാ പള്ളി ഉണ്ടാക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു ബാങ്ക് കൊടുക്കും അപ്പാണ് പോകാൻ വെക്കുക. അല്ലാതെ ഇപ്പൊ നേരത്തെ പള്ളി തരേണ്ട കാര്യമില്ലല്ലോ, ബാങ്ക് വെക്കുമ്പോഴല്ലേ പള്ളി നോക്കേണ്ടതുള്ളൂ. കോഴിക്കോട് കോർപ്പറേഷനിൽ നേരത്തെ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ മുഹീദ്ദീൻ പള്ളി നമ്മളെ പള്ളിയാണ്, മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിൽ സ്ഥാപിച്ചതാ. പക്ഷേ രാഷ്ട്രീയ മേലാളന്മാർ നമ്മെ മയക്കുപടി വെച്ചിട്ട് ഉറക്കിക്കടത്തി. എന്നിട്ട് കോഴിക്കോട് സിറ്റിയിൽ മാത്രം പട്ടാളപ്പള്ളിയും മിസ്കാൽ പള്ളിയും ഷാദുലി പള്ളിയും അതേപോലെ തന്നെ മുഹീദ്ദീൻ പള്ളിയും മഹാന്മാരെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. ആ കോഴിക്കോട് സിറ്റിയിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് നടക്കാത്ത ഒരു വഴിയില്ല. ഇപ്പോഴല്ലേ ഉസ്താദിനെ നമ്മൾ വണ്ടിയിൽ കാണാൻ തുടങ്ങിയത്. ഞാനൊക്കെ നന്ദിയിൽ മുത്താലിമാകുന്ന കാലത്ത് കോഴിക്കോട് പട്ടണത്തിൽ അസർ നിസ്കരിച്ച് കോഴിക്കോട് എത്തിയാൽ AP ഉസ്താദ് കോഴിക്കോട്ടുണ്ടാവും. ഇറച്ചിക്കടയിൽ നടന്നിട്ട് നാളെ മർക്കസിലേക്ക് ഇറച്ചി കച്ചവടക്കാരോട്, മീൻ കച്ചവടക്കാരോട് പോയിട്ട് മീന്, പച്ചക്കറി കച്ചവടക്കാരോട് പച്ചവടം, അരിപ്പീടികയിൽ പോയിട്ട് അരി. ബഹുമാനപ്പെട്ട ജമലുല്ലേരി തങ്ങളോ അല്ലെങ്കിൽ സിഐ റാജിയോ ബേപ്പൂർ കാദിയോ ആരെങ്കിലും ഒക്കെ ഒരാൾ ഉസ്താദിന്റെ കൂടെ ഉണ്ടാകും. ഉസ്താദ് കോഴിക്കോട് കോർപ്പറേഷന്റെ എല്ലാ ഊടുവഴികളിലും അവിടുത്തെ കാലുകൊണ്ട് നടന്നിട്ടുണ്ട്. അന്ന് ഉസ്താദ് അടയാളപ്പെടുത്തിയതായിരിക്കാം എന്ന് മനസ്സിലാക്കാം. അന്ന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ചെന്നാൽ മൊയ്തീൻ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കാത്തു അവരെ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നിസ്കരിക്കണമെങ്കിൽ. എന്നാൽ തന്നെ ദിവസം പള്ളിയിൽ കുഴപ്പ എന്താ, നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഒട്ടേറെ ആളുകൾ നമ്മളെ കൂടെ ജമാഅത്ത് നിസ്കരിക്കും. ഞാനൊരിക്കൽ അവിടെ നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോ ഇന്റെ ബാക്കിൽ ഒരുപാട് ആൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മൗലവി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ ജമാഅത്ത് നടത്താൻ പറ്റൂല. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ജമാഅത്ത് നടത്തിയിട്ടില്ലല്ലോ എന്ന്. പിന്നെ എന്താ ഇപ്പൊ ചെയ്തത് വെച്ചു. ഞാൻ നിസ്കരിക്കാൻ നിന്ന് അല്ലാഹു അക്ബർ. പിന്നെ ബാക്കിൽ ഇങ്ങനെ ആളുകൾ തുടർന്നു. ഞാൻ എന്താ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നിങ്ങളൊക്കെ പോയിക്കോളിന്നറിയാം. നീ ഇവിടെ നോക്കി നിൽക്കുന്നില്ലായിരുന്നോ, നിനക്ക് പറഞ്ഞുകൂടെ എന്നല്ലോ തുടരണ്ട. ഇങ്ങനെ ഒരു ജമാഅത്ത് നിസ്കാരത്തിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത വിധം അവസ്ഥ കോഴിക്കോടുണ്ടായിരുന്ന സ്ഥാനത്ത് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം 15 ജുമുഅത്ത് പള്ളികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഓർത്തു നോക്ക്, മംഗലാപുരത്തേക്ക് അങ്ങോട്ട് കടക്കുമ്പോ
ഉള്ളാളത്ത് നിന്നാണ് കഴിഞ്ഞ് മംഗലാപുരത്തേക്കാണ് കടക്കുമ്പോൾ ആ പള്ളി ഏതാണ്? വലഭാഗത്ത് കാണുന്ന പള്ളി എന്ത് പള്ളിനാ? പംഫയിൽ മസ്ജിദു തഖ്വ അല്ലേ? എന്നാൽ ഇത് കർണാടകത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന പള്ളിയാണെങ്കിൽ അപ്പുറത്ത് നീലഗിരി വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ കാണാം ഉയർന്നു നിൽക്കുന്ന പള്ളി മസ്ജിദ് ഖുലഫാ ഉർ റാഷിദീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോ ഉസ്താദ് മിനിഞ്ഞാന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നു. മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ 100 പള്ളിയും 100 മദ്രസയും 100 സ്കൂളുമാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ 3000-ത്തിലധികം പള്ളികൾ ഉസ്താദിന്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടത്. ഉസ്താദ് 5000-ഉം 1,00,000-ഉം 2,00,000-ഉം ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളുടെ എണ്ണം അത് ധാരാളം വേറെയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വളർച്ച ആദർശ മുന്നേറ്റത്തിൽ ഈ പ്രസ്ഥാനത്തിന് കൈവരിക്കാൻ സാധിച്ചതിനെക്കുറിച്ച് നാം അറിയണം, നാം പഠിക്കണം, നാം വിലയിരുത്തണം. മദ്രസകൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മദ്രസകളുണ്ട്. ആ മദ്രസകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂറു സ്വത്താണ്. തറവാട്ടിലെ മുതലിൽ ഞമ്മക്കെന്തുണ്ട്? അവകാശം നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടാക്കിയപ്പോ നമ്മൾ 10 സെന്റ് വാങ്ങിയിട്ട് വേറെ വീടുണ്ടാക്കി. ഇതോ ഇത് നമ്മളെ സ്വന്തം, അത് നമ്മളത് എല്ലാവരും കൂടി അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന നമ്മളെല്ലാവരും പൈസ പിരിപ്പിച്ചു കൊടുത്ത, നമ്മളെല്ലാവരും കൂടി സഹായിച്ച് നമ്മൾ നാട്ടുകാരാൽ ഉണ്ടാക്കപ്പെട്ട സ്ഥാപനം, ആ സ്ഥാപനത്തെ ഇപ്പോൾ ചില കൈവശപ്പെടുത്തി ഞങ്ങളത് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നുണ്ട്. അത് വേറെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാത്രം സ്ഥാപിച്ചുണ്ടാക്കിയിരിക്കുന്ന മദ്രസ നമ്മുടെ മഹാരാജ്യത്ത് 10,000-ന് മുകളിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രാസ്ഥാനികമായ ഉയർച്ചയും നമ്മുടെ മുന്നേറ്റവും നമ്മൾ മനസ്സിലാക്കണം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ച്. അങ്ങനെ സംഘടനാപരമായി നാം പറയുമ്പോൾ ഇവിടെ SSF-ഉം SYS-ഉമായി പ്രവർത്തിക്കുന്നത് GCC-യുടെ മുഴുവൻ രാജ്യങ്ങളിലും, അഥവാ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE, കുവൈറ്റ്, ബഹ്റൈൻ 6 രാജ്യങ്ങളിലും മലയാളി മുസ്ലിങ്ങൾ ധാരാളമായി ഉണ്ട്. അവിടെ എല്ലാം SSF-ന് RSC റിസാല സ്റ്റഡി സർക്കിൾ എന്ന പേരിലും SYS-ന് ICF എന്ന പേരിലും നമ്മുടെ പ്രസ്ഥാനം വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കാഴ്ച. ഏത് GCC-യുടെ ഏത് പട്ടണത്തിൽ പോയാലും ഏത് ഗ്രാമത്തിൽ പോയാലും എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട മക്കളെ, ICF-ന്റെയും അതുപോലെ തന്നെ RSC-യുടെയും പ്രവർത്തകന്മാർ വർഷങ്ങളായി ഹജ്ജ് സമയത്ത് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തെ മനസ്സിലാക്കി മക്കയിലെ ഗവൺമെന്റ് നമ്മുടെ പ്രസ്ഥാനത്തെ അഭിനന്ദിക്കുകയും ആശീർവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രാസ്ഥാനികമായ നമ്മുടെ മുന്നേറ്റം, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ മുന്നേറ്റം, ഇത്രയും വലിയ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് ഇത്ര വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചതിന്റെ പിന്നിൽ നാം ഓർക്കണം ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ AP ഉസ്താദിനെ പരിചയപ്പെടുമ്പോൾ ഉസ്താദ് പള്ളികൾ ഉണ്ടാക്കിയ ആള്, ഉസ്താദ് മദ്രസകൾ സ്ഥാപിച്ച ആള്, ഉസ്താദ് ഒരുപാട് യത്തീമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന പിതാവ്, ഒരുപാട് യത്തീമക്കളെ പോറ്റുന്ന വാപ്പ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരുപാട് സയ്യിദന്മാരെ സ്നേഹം പിടിച്ചു വച്ചിരിക്കുന്ന മഹാൻ, ഒരുപാട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. അങ്ങനെ ഇന്ത്യ ഭരിച്ച AP ഉസ്താദിന്റെ വളർച്ചയോടുകൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ആരൊക്കെ ഭരിച്ചു ഇവിടെ ഉസ്താദിന്റെ ആ മുന്നേറ്റത്തിന്റെ സമയത്ത്? സുബ്ഹാനല്ലാഹ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി സാർ, അതിന്റെ തൊട്ടുമുമ്പത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും, അതിന്റെ തൊട്ടുമുമ്പത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു, അതിന്റെ തൊട്ടുമുമ്പത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും, പിന്നൊരു പ്രധാനമന്ത്രി, അങ്ങനെ തുടങ്ങിയിട്ട് ആ പ്രധാനമന്ത്രിമാരെ എല്ലാം നേരിൽ കണ്ട് ഇന്ത്യൻ മുസ്ലിംകളുടെ ആവശ്യങ്ങളും
ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളും നേരിട്ട് നിവേദനം കൊടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരന്റെയും ഒരു മന്ത്രിയുടെയും ഒരു പ്രത്യേക വിഭാഗത്തിന്റെയും ഓശാരവും അച്ചാരവും ഇല്ലാതെ നേരിട്ട് പ്രൈം മിനിസ്റ്ററിൽ നിന്ന് സമയം വാങ്ങി അവിടത്തോട് സംസാരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് കൊടുത്ത മഹോന്നത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ്. ഇന്ത്യൻ മുസ്ലിങ്ങളെയും ലോക മുസ്ലിങ്ങളെയും പത്രങ്ങളും വാർത്താ മീഡിയകളും മറ്റുള്ള പല ഘടകങ്ങളും ചേർന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെറിയ ചെറിയ വാർത്തകൾ ഊർജിപ്പിച്ച് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിന് മുമ്പിൽ ഇന്ത്യയിലെ മുസ്ലിംകളായ നമ്മെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിഭാഗമായ നമ്മെ പ്രത്യേകിച്ചും സമാധാനത്തിന്റെ വാഹകരാണ്, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഉസ്താദിന്റെ സേവനത്തിന് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം, നമ്മുടെ യുവജന പ്രസ്ഥാനം, നമ്മുടെ ബഹുജന പ്രസ്ഥാനം, നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠർ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ സ്ഥാപനങ്ങളെ, വലിയ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, കേരള സിലബസും CBSE-യും ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് IMA എന്ന നമ്മുടെ പ്രത്യേക സംഘടനയുണ്ട്. അതിന് കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മാത്രം 500-ലധികം ഇപ്പോൾ പ്രവർത്തിക്കുന്നതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഇത്ര വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ നീ ദീർഘായുസ് നൽകണേ അല്ലാ, നീ ആഫിയത്ത് നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഉസ്താദ് പറഞ്ഞു, അന്നത്തെ അബുസ്സഅദാത്ത് ചാലിയാത്തി തങ്ങളും ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരും എനിക്ക് ദുആ ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ ആ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആത്മീയതയുടെ നിറക്കണ്ണുകളോടുകൂടെ നോക്കിക്കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വർഷത്തിൽ പഴയ കാലത്ത് മക്കത്തുൽ മുക്കറമയിൽ ധാരാളം പ്രാവശ്യം പോകാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരാളെ ചരിത്രം നമ്മുടെ കേരളത്തിനുള്ളത് ഈ ഇരിക്കുന്ന തങ്ങളുടെ ഉപ്പയായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടേതാണ്. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കണം. 22 തവണ അക്കാലത്ത് മക്കത്തുൽ മുക്കറമയിൽ പോകാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ബാഫക്കി തങ്ങൾ. 22ാമത്തെ ഹജ്ജ് കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവർ അവിടെ വഫാത്തായി. അങ്ങനെയാണ് ജന്നത്തുൽ മുഹല്ലയിൽ ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ ഹജ്ജിനും ഉംറക്കും അതുപോലെ സിയാറത്തിനുമായി 40 തവണ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവറയിലും പോകാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. അവരുടെ പുറകിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഇനി നിങ്ങൾക്ക് വർത്തമാനകാലത്ത് ഞാൻ പറയട്ടെ, ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം മക്കത്തുൽ മുക്കറമയിലും മദീന മുനവറയിലും സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന മഹാനാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ്. എല്ലാ റമളാനിലും ഉസ്താദ് റൗള ശരീഫിലെത്തും. എല്ലാ റബീഉൽ അവ്വലിലും ഉസ്താദ് റൗള ശരീഫിലെത്തും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു വർഷത്തിൽ റബീഉൽ അവ്വലിൽ വരുന്നു, റമളാനിൽ വരുന്നു, ഹജ്ജ് പീരിയഡിൽ വരുന്നു. അങ്ങനെ 3 തവണയോ 4 തവണയോ പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിൽ ചെന്നുകൊണ്ട് അവിടുത്തെ തിരുമുറ്റത്ത് കാൽക്കൽ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നിന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്, യാ ഖലീലല്ലാഹ് എന്നിങ്ങനെ വിളിച്ച് മുത്തുനബിക്ക് സലാം ചൊല്ലിക്കൊണ്ട് പുന്നാര നബിയേ, ആദം നബി മുതൽ തുടങ്ങി തങ്ങളെക്കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ദീന് തങ്ങൾ പോകുമ്പോൾ ഈ ഉമ്മത്തിന് ഏൽപ്പിച്ചു തന്നതല്ലേ, ആ ദീന് വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന സഅയിനൊപ്പം എന്റെ ഇന്ത്യ രാജ്യത്തെയും എന്റെ കേരളത്തിലെയും ഒട്ടേറെ ഉമ്മപങ്ങന്മാരും മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉമറാക്കളും സയ്യിദന്മാരും
ഞങ്ങളോടൊപ്പം നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടത്തെ പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് റൗള ശരീഫിൽ ഓരോ വർഷവും 3 or 4 തവണ പോയി മുത്തുനബിയുടെ കാൽക്കൽ വെച്ച് കരയാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത മഹാനാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ്. ഞാനിതെന്താ പറയുന്നത്? നമ്മൾ ആരെ കൂടെ നിൽക്കുന്നു, നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു നമ്മൾ ഓർക്കണം. 2, മുത്തുനബിയെ കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ 1ാം സ്ഥാനം ആർക്കാണ്? അൽ ഖുലഫാഉൽ അർബഅ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്. ലോക മുസ്ലിങ്ങൾ പേര് കേൾക്കുമ്പോൾ സിന്ദാബാദ് എന്ന് പറയും അല്ലേ? ആ 4 മഹാന്മാരുടെയും കാൽക്കൽ പോയി പൊട്ടി കരഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച മഹാന്മാരെ, നിങ്ങൾ ഏൽപ്പിച്ചു പോയ ദീൻ വള്ളിപുള്ളിക്ക് മാറ്റമില്ലാതെ അത് നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന സഈനൊപ്പം എന്റെ നാട്ടുകാരായ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സയ്യിദന്മാരും ഉമറാക്കളും ഉമ്മപങ്ങന്മാരും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പൊരുത്തം വേണേ എന്ന് പറഞ്ഞുകൊണ്ട് 4 ഖുലഫാവിന്റെയും കാൽക്കൽ പോയി പൊട്ടിക്കരയാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത മഹാനാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ്. ഖുലഫാഉൽ അർബഅ 4 എവിടെയാണ് കിടക്കുന്നത്? 3 ആളും മദീനയിൽ കിടക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ ഭാഗമായ കൂഫയിലാണ്. ഉസ്താദ് 4 ഖലീഫമാരെയും കാൽക്കലെത്തിയിട്ടുണ്ട്. ഖുലഫാഉൽ അർബഅ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആൾക്കാർ അൽ അഇമ്മത്തുൽ അർബഅ, 4 ഇമാമുകളാണ്. 4 ഇമാമുകൾ: ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഈ 4 അയിമ്മത്തിന്റെയും 4 ഇമാമിങ്ങളെയും കാൽക്കൽ പോയി. എവിടെയാണ് ഇമാം മാലിക് തങ്ങൾ കിടക്കുന്നത്? മാലിക് തങ്ങൾ വിശ്രമിക്കുന്നത് മദീനയിലാണ്. അബൂ ഹനീഫ തങ്ങൾ കിടക്കുന്നത് അങ്ങകലെ എവിടെയാണ്? ഇറാഖിലാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കിടക്കുന്നത് ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോവിലാണ്. അവിടെയെല്ലാം അന്വേഷിച്ച് എത്തി അവരെ കാൽക്കൽ നിന്നുകൊണ്ട് ഇമാം ശാഫിഈ തങ്ങളെ കാൽക്കൽ നിന്നുകൊണ്ട് മഹാനായ ഇമാം ശാഫിഈ തങ്ങളോട്, ഓ മഹാനവറുകളെ, നിങ്ങൾ പഠിപ്പിച്ച ദീൻ അനുസരിച്ച് ഒതുവെടുക്കാൻ, നിങ്ങൾ പഠിപ്പിച്ച ദീൻ അനുസരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ, നിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് സക്കാത്ത് കൊടുക്കാൻ, നിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നോമ്പെടുക്കാൻ, നിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ, അങ്ങനെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് എന്റെ രാജ്യത്തെ ജനങ്ങളെ നിലനിർത്തുന്നതിൽ ഞാൻ ചെയ്യുന്ന സഅയിനൊപ്പം എന്റെ നാട്ടുകാർ മുഴുവനും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടത്തെ പൊരുത്തം അവർക്കും ഞങ്ങൾക്കും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് 4 ഇമാമിങ്ങളെയും കാൽക്കൽ പോയി നമുക്ക് വേണ്ടി കരയുന്ന, നമുക്ക് വേണ്ടി പൊട്ടിക്കരയുന്ന ഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ എ പി ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മൾ ഇവിടെ ഒരു ആമീൻ പറയുമ്പോൾ ഉസ്താദ് നമുക്ക് വേണ്ടി എവിടെ വെച്ച് ദുആ ചെയ്യുന്നു എന്നത് നമ്മൾ അറിയണം. മക്കളെ, ആരുടെ കൂടെയാണ് നാം നിൽക്കുന്നത്? ശരി, 4 ഖലീഫമാരെ കഴിഞ്ഞാൽ, 4 ഇമാമിങ്ങളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ അഖ്താബുൽ അർബഅ, 4 ഖുതുബീങ്ങളാണ്. ആരാണ് 4 ഖുതുബീങ്ങൾ? ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി, ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് അഹ്മദുൽ ബദവി, ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് ഇബ്രാഹിം ഉദ്ദസൂഖി. സുബ്ഹാന ജല്ല ജലാലു. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ കിടക്കുന്നത് ബഗ്ദാദിലാണ്, പട്ടണത്തിലാണ്. ബഗ്ദാദ് പട്ടണത്തിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ 2ാമത്തെ ഖുതുബ് കിടക്കുന്ന എവിടെ എത്തുള്ളൂ? റിഫായി ശൈഖ് തങ്ങളെടുത്തെത്തുള്ളൂ. സുബ്ഹാന ജല്ല ജലാലു. ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങൾ കിടക്കുന്നത് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? യാ റബ്ബ്, ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോവിൽ നിന്ന് യാത്ര ചെയ്ത് 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 നൈൽ നദിയുടെ തീരത്തുകൂടെ ഈജിപ്തിന്റെ കാടൻ പ്രദേശങ്ങളിലൂടെ പോയാൽ ത്വന്ത എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് അഹ്മദുൽ ബദവി തങ്ങൾ കിടക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ കിടക്കുന്ന മഹാന്മാരെ മക്കാമിൽ അവരെ കാൽക്കൽ ചെന്നുകൊണ്ട് പൊട്ടി 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 കരഞ്ഞുകൊണ്ട്, ഓ ഖുതുബീങ്ങളെ, നിങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ സൂക്ഷ്മത,
നിങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ വറഅ്, നിങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ തഖ്വ, നിങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ അതിസൂക്ഷ്മത എന്റെ ഉമ്മത്തിൽ, എന്റെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ അധ്വാനിക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, മുഅല്ലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, ഉലമാക്കളുണ്ട്, ഉമ്മബങ്ങന്മാരുണ്ട്, അവർക്ക് വേണ്ടിയും കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാന്മാരെ കാൽക്കൽ പോയി പൊട്ടിക്കരയാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത മഹാനാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കിയോ ആരാണ് ഉസ്താദ്? കുറച്ച് പെൺകുട്ടികളെ കെട്ടിച്ച ഒരു മോര്യാര്, കുറച്ച് ആൾക്കാർക്ക് ദുബായിൽ ജോലി വാങ്ങിക്കൊടുത്ത ഒരാള് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണോ? ആരാണ് ഉസ്താദ് അവർകൾ? നമ്മൾ മനസ്സിലാക്കണം, ആരുടെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്, ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് കല്ലേറുമ്പോൾ നമുക്ക് മാറാൻ തോന്നിയില്ല? എന്തുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ നമ്മുടെ മനസ്സ് വേദനിച്ചില്ല? എന്തുകൊണ്ട് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ നമുക്ക് കണ്ണീര് വന്നില്ല? എന്തുകൊണ്ട് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ നമുക്ക് വിഷമം തോന്നിയില്ല? എന്തുകൊണ്ട് എതിർപ്പിന്റെ കൂരമ്പുകൾ നാനാഭാഗത്ത് നിന്ന് വന്നപ്പോഴും നമുക്കതൊരു പ്രശ്നമായി തോന്നിയില്ല? എന്തേ? ഈ കുത്തുബീങ്ങളും ഈ ഗൗസിയങ്ങളും ഈ അബ്ദാലികളും അല്ലാഹു നിങ്ങൾക്കറിയുമോ, നാം ഇസ്ലാമിക ലോകത്ത് പറയപ്പെടുന്ന ആത്മീയ ഗുരുക്കൾ, ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്ത്, സിറാത്ത് പാലം അക്കരെ കടക്കുന്നതിന് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദലായിലുൽ ഖൈറാത്ത്. ആ ദലായിലുൽ ഖൈറാത്ത് ആരാണ് ക്രോഡീകരിച്ചത്? ഇമാം സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുന്നത് എവിടെയാണ്? സുലൈമാൻ ജസൂരി തങ്ങൾ വിശ്രമിക്കുന്നത് എവിടെയാണ്? അങ്ങകലെ മൊറോക്കോ. മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വയലു പറയുമ്പോൾ മഴ പെയ്തു. മഴ തുടങ്ങിയതോടുകൂടെ ആളുകളൊക്കെ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാന്റെ റഹ്മത്ത് വരുന്നുള്ളൂ, അപ്പോഴേക്കന്നെ നിങ്ങളെല്ലാവരും ഓടിയാൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും? അപ്പൊ ആളുകളൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ പിന്നെ ഞാനും ഇരിക്കേണ്ടി വന്നില്ലേ? ആ റഹ്മത്താണ് ഇപ്പൊ ഈ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇങ്ങോട്ട് ആ റസൂലുള്ളാഹിയുടെ സ്വലാത്ത്, വിവിധ സ്വലാത്തുകൾ ക്രോഡീകരിച്ചതാണ് ദലായിലുൽ ഖൈറാത്ത്. അതിന്റെ മഹാനാര സുലൈമാൻ ജസൂലി തങ്ങൾ നടക്കുന്നത് മൊറോക്കോവിലാണ്. മൊറോക്കൻ രാജാവിനെ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്ത് വിശ്രമിക്കുന്ന സുലൈമാൻ ജസൂലി തങ്ങളെ എനിക്കൊന്ന് സിയാറത്ത് ചെയ്യണം. അല്ലാഹ്, മൊറോക്കോ രാജാവിന്റെ ഉടനെ ക്ഷണക്കത്ത് വന്നു. ഉസ്താദ് മൊറോക്കോവിലെത്തി. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുണ്ട് ശൈഖുന AP ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ലോകത്ത് ഇമാമിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെടുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മുതഅല്ലിമീങ്ങൾ മുഴുവനും, ഉസ്താദുമാര് മുഴുവനും, മുഅല്ലിമീങ്ങൾ മുഴുവനും, സാധാരണക്കാരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമാമാണ് ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ബുഖാരി ഇമാം എവിടെയാണ് വിശ്രമിക്കുന്നതെന്നറിയോ? ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പഴയ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ ഭരിച്ചിരുന്ന 18 രാജ്യം, അതിൽപ്പെട്ടതാണ് ഉസ്ബെക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും അതുപോലെ തുടങ്ങിയ രാജ്യങ്ങൾ. അത് പിന്നീട് സോവിയറ്റ് റഷ്യയുടെ ഭാഗമായി 70 വർഷം അവർ ഭരിച്ചിരുന്നു കമ്മ്യൂണിസം. സോവിയറ്റ് റഷ്യ തകർന്നപ്പോൾ വീണ്ടും അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കായി. ആ 18 രാജ്യങ്ങളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ ഉസ്ബെക്കിസ്ഥാന്റെ ഭരണാധികാരി ഇസ്ലാം കരീമാവോ, അദ്ദേഹം ഭരണമേറ്റെടുത്ത ഉടനെ ആ രാജ്യത്തെ മറവട്ട് കിടക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് ഇമാം ബുഖാരി തങ്ങൾ. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ് താഷ്കന്റ്. താഷ്കന്റിൽ നിന്ന് 800 കിലോമീറ്റർ സമർക്കന്ത് വഴി യാത്ര ചെയ്യണം. എവിടെ എത്താൻ? ഇമാം ബുഖാരി തങ്ങൾ അവിടെ എത്താൻ. ബുഖാരി ഇമാമിന്റെ സ്ഥലത്തെത്തിയാൽ നമ്മുടെ ഈ മുഹിമ്മാത്തിന്റെ ഇതുണ്ടല്ലോ, മുഹിമ്മാത്ത് സ്ഥാപനങ്ങളൊക്കെ കൂടെ നിൽക്കുന്ന ഈ പ്രദേശം കൂടിയാൽ ഇതിന്റെ ഒരു 5 ഇരട്ടി വലിപ്പമുണ്ട് ബഹുമാനപ്പെട്ട ബുഖാരി തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം. നല്ല പൂന്തോട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. അങ്ങോട്ട് കയറുന്നതോടുകൂടെ നല്ല സുഗന്ധം. അങ്ങോട്ട് കയറുന്നയാള് ബാത്റൂമിൽ പോയി, അവിടെ നിന്ന് ഇപ്പുറത്തെ റൂമിൽ വന്ന് ഒതുവെടുത്തു, ഇപ്പുറത്തെ റൂമിൽ വെച്ച് സുഗന്ധം പുരട്ടി, എന്നിട്ട് ബുഖാരി ഇമാമിന്റെ പള്ളിയിൽ കയറി 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് എന്നിട്ട് വേണം ബുഖാരി ഇമാമിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാൻ. യാ റബ്ബ്,
അവിടെ ആ ബുഖാരി ഇമാമിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട ശൈഖുനായ AP ഉസ്താദ് എത്തി. അപ്പോഴേക്കും അവിടുത്തെ ചീഫ് മുഫ്തി അടക്കമുള്ള ആളുകൾ അവിടെ സംബന്ധിച്ചു. ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അടക്കമുള്ള 10-40 ഉലമാക്കളുണ്ട്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇമാം ബുഖാരി തങ്ങളെ അടുത്തിങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ ഒരു മീസാൻ ഓതുന്ന മുതഅല്ലിമിനെ പോലെ കൊച്ചു കുട്ടിയായി അവിടെ നിന്നുകൊണ്ട് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിനോട് ഇവിടത്തെ ഷറഫാക്കപ്പെട്ട കിതാബ് ബുഖാരി ഷരീഫിന്റെ ഓരോ ലഫ്ളും വുദുവോടുകൂടെ എഴുതി വച്ചപ്പോൾ ആ കിതാബ് ഞാൻ വുദുവോടുകൂടെയാണ് എടുക്കാറുള്ളത്, ഞാൻ വുദുവോടുകൂടെയാണ് ഇത് ദർസ് നടത്താറുള്ളത്. അങ്ങനെ ഒരുപാട് ദർസ് അതുകൊണ്ട് തങ്ങളുപ്പാപ്പ എനിക്കതിന്റെ പൊരുത്തം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി തങ്ങളുടെ ബുഖാരി അവിടുത്തെ മക്കാമിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ചീഫ് മുഫ്തി അടക്കമുള്ള പണ്ഡിതന്മാർക്ക് ഉസ്താദ് അവിടെ വെച്ചുകൊണ്ട് ദർസ് നടത്തി. മുതഅല്ലിമീങ്ങളെ, ഇമാം ബുഖാരി തങ്ങളെ കാൽക്കൽ വെച്ചുകൊണ്ട് ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? അതിന് ഭാഗ്യം കിട്ടിയ ആളാണ് AP ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇവിടെ ആദർശ സെഷൻ നടക്കാനുണ്ട്. ഞാൻ ഇത് പൂർത്തീകരിക്കുകയാണ്. ഒരു സംഭവവും കൂടി പറയാം. നാം AP ഉസ്താദിന്റെ കൂടെ നിൽക്കുമ്പോൾ ഉസ്താദ് നമുക്ക് നേടിത്തരുന്നത്, നമുക്ക് ഇത്ര വലിയ മുന്നേറ്റം, അല്ലാഹു റബ്ബി, ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം അല്ലാഹു റബ്ബി, ലോക മുസ്ലിംകൾ ഇസ്ലാമിക വിപ്ലവം സമാധാനത്തിന്റെ പാതയിൽ, ഇസ്ലാമിക വിപ്ലവം തസവുഫിന്റെ പാതയിൽ, ഇസ്ലാമിന്റെ വിപ്ലവം സൂഫിസത്തിന്റെ പാതയിൽ എങ്ങനെ നടത്തണം എന്നതിന് കേരളത്തെ മാതൃകയാക്കുകയാണ്. ഇപ്പോ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ റൂബി ജൂബിലി 40ാം വാർഷികം വരാൻ പോവുകയാണ്. അള്ളാഹു വൻ വിജയമാക്കുമാറാവണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മർക്കസ് സമ്മേളനത്തിന് വരുന്ന ലോക മുസ്ലിം നേതാക്കൾ നമ്മുടെ വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനം കാണുമ്പോൾ അവരത് മാതൃകയാക്കുകയാണ്. ഇനി ഞാൻ പറയാം, ആ AP ഉസ്താദ്, ഇനി നമുക്ക് പറയട്ടെ, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നമുക്കൊക്കെ പരിചയപ്പെട്ട് കേട്ടുകേൾവിയിൽ നമ്മൾ ചരിത്രം വായിച്ചും നേരിൽ കണ്ടും പരിചയപ്പെട്ട മഹാന്മാർ, മക്കത്തുൽ മുക്കറമയിലെ ഇമാം മാലികി, മദീന മുനവ്വറയിലെ ഹസൻ ഷദ്ദാദ് തങ്ങൾ, യമനിലെ ഉമർ ഹഫീദ് തങ്ങൾ, കുവൈത്തിലെ ഷെയ്ഖ് ഹാഷിം റിഫായി തങ്ങൾ, ദുബായിലെ ഷെയ്ഖ് ഈസ അൽമാന, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ലോക മുസ്ലിങ്ങൾ ആദരിക്കുന്ന ഇക്കാലത്തെ വിദേശ പണ്ഡിതന്മാർ, നമ്മുടെ കേരളത്തിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മർഹൂം വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ, ബഹുമാനപ്പെട്ട കോട്ടിക്കുളം അസീസുൽ ഖാദിരി, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ളാഹ്, ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെ എല്ലാ മഹാന്മാരുടെയും നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള പൊരുത്തം വാങ്ങാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തിരിക്കുന്ന മഹാനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ നയിച്ച് ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചതിന്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹലോ, കാന്തപുരം ഷെയ്ഖ് അബൂബക്കർ അഹ്മദ്, നാം. എവിടുന്നാണ് വിളി? മക്കത്തുൽ മുക്കറമയിൽ നിന്ന്. ആരാണ് വിളിക്കുന്നത്? മക്കയിലെ ഇപ്പോഴത്തെ ഭരണാധികാരി, അവിടുത്തെ ഗവർണർ. ആ ഗവർണർ വിളിച്ചു മർക്കസിലേക്ക്, ഷെയ്ഖ് അബൂബക്കർ അഹ്മദ്, നാം. ഉസ്താദിന് പെട്ടെന്ന് ഒരു ക്ഷണം. എവിടേക്ക്? കഅബ ശരീഫ് കഴുകൽ ചടങ്ങിൽ സംബന്ധിക്കാൻ. യാ റബ്ബ്, അപൂർവത്തിൽ അപൂർവമായ അതിപ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കഅബ കഴുകുക. ആ ചടങ്ങിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കപ്പെട്ടു. ഇന്ത്യൻ മുസ്ലിംകളുടെ ആത്മീയ ഗുരു എന്ന നിലക്ക് ഈ പ്രാവശ്യത്തെ കഅബ കഴുകൽ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അതിഥിയായി ഉസ്താദിനെ വിളിക്കപ്പെട്ടു. യാ റബ്ബ്, AP ഉസ്താദ് മക്കത്തുൽ മുക്കറമയിലെത്തി. കഅബ ശരീഫിന്റെ
കഴുകൽ ചടങ്ങിന്റെ സമയമായി. നമ്മളൊക്കെ കഅബത്തിന്റെ വാതിൽ കണ്ടിട്ടില്ലേ? ആ വാതിന്റെ അടുക്കൽ കയറിപ്പോകാനുള്ള സ്റ്റെപ്പ് വെച്ചു. അല്ലാഹു റബ്ബി, ലോക മുസ്ലിം നേതാക്കൾക്കൊപ്പം നമ്മുടെ കരളിന്റെ കരളായ ശൈഖുന AP ഉസ്താദ് കഅബ ശരീഫിന്റെ അകത്തേക്ക് കയറി. ഉസ്താദ് പറയുന്നു, ഞാൻ കഅബത്തിന്റെ അകത്ത് കയറിയിട്ട് കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും 4 ഭാഗത്തേക്കും തിരിഞ്ഞ് ഈ 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ കഅബത്തിന്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് വല്ലാത്ത തിരക്ക് കാണുന്നുണ്ട്. എന്താണ് അവിടുത്തെ തിരക്കിന് കാരണം? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് ഹബീബുനാ റസൂലുള്ളാഹി ഷഫീഉനാ റസൂലുള്ളാഹി മുത്ത് നബിയുടെ നെറ്റിത്തടം വെച്ച അടയാളമുള്ള സ്ഥലമാണ്. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം വെച്ച അടയാളമുള്ള സ്ഥലമുണ്ട് കഅബത്തിനുള്ളിൽ. ആ സ്ഥലത്തൊന്ന് നെറ്റിവെച്ചൊരു ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ വലിയ നേതാക്കളൊക്കെ തിക്കും തിരക്കുമാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂല് നെറ്റിത്തടം വെച്ച സ്ഥലത്ത് ഞാൻ എന്റെ നെറ്റി വെച്ചു. ഹബീബിന്റെ നെറ്റിത്തടം വെച്ച സ്ഥലത്ത് ഞാൻ എന്റെ നെറ്റി വെച്ചുകൊണ്ട് അല്ലാഹുവിന് ശുക്റിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്റെ പ്രവർത്തകരെ, എന്റെ മുതഅല്ലിമീങ്ങളെ, എന്റെ സംഘടനാ ബന്ധുക്കളെ, നിങ്ങളെ ആരെയും ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഞാൻ അവിടെ വെച്ച് ദുആ ചെയ്തിട്ടുണ്ട് എന്ന് ഉസ്താദ് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ആരുടെ കൂടെ നിൽക്കണം? നാം ആരുടെ കൂടെ നിൽക്കണം? എന്തുകൊണ്ട് നാം AP സുന്നിയായി നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ഈമാനിക അടിസ്ഥാനത്തിൽ നമുക്കൊരു ബോധമുണ്ടാകാനാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹുവേ, ഉസ്താദിനൊപ്പം ഒപ്പത്തിനൊപ്പം ഇരുട്ടിലും വെളിച്ചത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും കഷ്ടപ്പാടിലും വിഷമത്തിലും ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും എല്ലാം ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം കൂടുതലെടുത്തോ എന്നെനിക്കറിയില്ല. എന്നാലും നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും മുന്നേറ്റവുമൊക്കെ പഠിക്കുന്നതിനു വേണ്ടി 400ഓളം പ്രതിനിധികൾ ക്യാമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അംഗങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിഷമം ഉണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ കാണുന്ന നിങ്ങളെയൊക്കെ നോക്കി സന്തോഷിക്കുന്ന മനസ്സാണ്. അതേപോലെ ഈ സാദാത്യങ്ങൾ ഉലമാക്കൾ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ദുആഉം മറ്റുമൊക്കെ നമുക്ക് ലഭിക്കുന്നു. അല്ലാഹുവേ, ഇന്നത്തെയും നാളെ നടക്കുന്ന സമ്പൂർണ്ണ സമാപന മഹാസമ്മേളനവും വൻ വിജയമാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങളുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്തൊരു പൊരുത്തം നമുക്ക് കിട്ടാൻ നിങ്ങളെല്ലാവരും ഉപ്പാപ്പയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين. ഞങ്ങൾ ഓതിയ ഫാത്തിഹ ബഹുമാനപ്പെട്ട ശൈഖുന താഹിറുൽ അഹ്ദൽ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ സഭ കണ്ട്, ഇവിടുത്തെ ഉസ്താദുമാരെ കണ്ട്, ഈ സേവനങ്ങൾ കണ്ട്, ഇവിടെ എല്ലാ കാര്യത്തിനും നേതൃത്വം നൽകുന്ന ആളുകളെ കണ്ട്, അധ്വാനിക്കുന്നവരെ കണ്ട് അവിടുത്തെ പൊരുത്തം ലഭിക്കുന്ന രൂപത്തിൽ, അവിടുത്തെ സന്തോഷം ലഭിക്കുന്ന രൂപത്തിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട MA ഉസ്താദിന്റെ സംയുക്ത കൃതിയാണ്. ഈ വിവരങ്ങളെല്ലാം എനിക്ക് നൽകിയത് ബഹുമാനപ്പെട്ട MA ഉസ്താദ് നമ്മുടെ കൂടെയില്ല. അവിടുത്തെ ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തു പാപ്പ അവിടുത്തെ ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വലിയ മഹാനല്ലേ, അവരെ ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പടച്ചവനെ, ഞങ്ങൾ ഈ പേര് പറഞ്ഞതും അല്ലാത്തതുമായ മഹാന്മാർ അവരെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഫാത്തിഹ നീ എത്തിച്ചു കൊടുക്കണേ അല്ല. അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല. അവരെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ല. ഈ മുഹിമ്മാത്തിനും മജ്മഅിനും മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും സഅയ് ചെയ്യുന്ന പ്രവർത്തകരെ നീ സ്വീകരിക്കണേ അല്ല. ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്ക് നല്ല ഓർമ്മശക്തി, ബുദ്ധിശക്തി, വിജയം നൽകി നീ അനുഗ്രഹിക്കണേ അല്ല. പടച്ചവനെ, സുന്നത്ത് ജമാഅത്തിന് സേവനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ല. പടച്ചവനെ, ഈ വേദിയിൽ ഇരിക്കുന്ന മഹാന്മാർ, അതേപോലെ ഞങ്ങൾ ഉസ്താദുമാര്, മഹാന്മാർ എല്ലാവർക്കും നീ ഖൈറായതൊക്കെ നൽകണേ അല്ല, ഷർറായതൊക്കെ ഒഴിവാക്കണേ അല്ല. ഈ മുഹിമ്മാത്തിന്റെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഷാർജയിലൊക്കെ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാവർക്കും നീ കബൂലിയത്ത് നൽകണേ അല്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ നമ്മുടെ നാട്ടിലും കുടുംബത്തിലും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും വെള്ളത്തിന് ക്ഷാമം അനുഭവിച്ച് വിഷമിക്കുകയാണ്. പടച്ചവനെ, ഭൂമിയുടെ ചോരയാണ് വെള്ളം. അത് വറ്റിച്ചുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളൊക്കെ മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ ഖബറിലുണ്ട്. ഞങ്ങളെ ദുആ അവർക്കൊരു തുണയായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വലിയ സിൽവർ ജൂബിലിയിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നീ എന്നെ തെരഞ്ഞെടുത്ത BS ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ഉസ്താദുമാരോടും കമ്മിറ്റിയോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.